സീസർ വരുന്ന ഗൈസ്. നമ്മളിന്ന് ഗ്രാൻഡ് മോളിലെ ഗോ കാർട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഗ്രാൻഡ് മോളിലെ 3rd ഫ്ലോറിലാണ് ഈ ഗോ കാർട്ടിംഗ് ഉള്ളത്. അപ്പം ഞങ്ങൾ ലിഫ്റ്റ് കയറി. ഇത് നസീഫ് സാറിന് കിട്ടിയൊരു ട്രോഫിയാണ്. അത് വെച്ചിട്ടുള്ള ഷോ ആണ് അഞ്ജലിയുടെ ഷോ. ഞങ്ങൾ ഇത്ര പേരാണ് വന്നിട്ടുള്ളത്. ഇനി ജെറിനും കൂടി വരാനുണ്ട്. ജെറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. ഇപ്പം 2 പേര് ട്രാക്കിലുണ്ട്. അവർ 2 പേരും നന്നായി ഓടിക്കുന്നുണ്ട്. അത് കണ്ട് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. നമ്മൾ അപ്പം അവർ ടിക്കറ്റ് എടുക്കും. നമുക്ക് ഓടിച്ചൂടെ? ടിക്കറ്റ് എടുക്ക്. വിളിച്ചു നോക്കിക്കോ. അല്ല 2 പേർക്കില്ലേ പോവാൻ പറ്റുള്ള ഒരേ സമയത്ത്. നല്ല എന്തെങ്കിലും അതൊന്നും പറയാം. നമ്മളിപ്പോൾ പറ വെയിറ്റ് ചെയ്യാണ്. നീയും പറ. അക്ഷയുണ്ട്, മരിനുണ്ട്. ഗോ കാർട്ടിങ്ങിന് പോവാൻ വെയിറ്റ് ചെയ്യാണ്. എക്സൈറ്റഡ് ആണോ? ആദ്യമായിട്ടല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം. ഇപ്പോൾ ഒരാളും കൂടി. ഞങ്ങൾ 6 പേരായിരുന്നു ടിക്കറ്റ് എടുത്ത ഷോ. 5 പേര്. ഒരാളും കൂടി നസീഫ് സാറിൻ്റെ പ്രലോഭനത്തിൽ വീണുപോയി. നീതു ചേച്ചിയും കൂടി ആഡാക്കിയിരിക്കുന്ന ഗൈസ്. അതെങ്ങനെ റിങ് വയ്ക്കി ഊരിട്ട് വയ്ക്കി. സ്റ്റൈല് നെക്സ്റ്റ് ഇനി ഞങ്ങളുടെ റൗണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ക്യാപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെ കണ്ട ബേക്കറിയിലെ ചേച്ചിമാരെ പോലെ ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് അവർ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തരുന്നു. ആക്സിലേറ്റർ ചവിട്ടണം, ബ്രേക്ക് ചവിട്ടണം, എങ്ങനെയാണ് സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നു. ഇതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. എവിടെയും പോയി ഇടിക്കാനൊന്നും പാടില്ല. പിന്നെ രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്യാനും പാടില്ല. ആക്സിലേറ്ററും ബ്രേക്കും ഒരുമിച്ച് പ്രസ് ചെയ്യാൻ പാടില്ല. പിന്നെ അവരുടെ മോട്ടറുണ്ട്, സൈഡിൽ കാണുന്നൊരു വൈറ്റ് കളറുള്ളത്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടെടുക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഓടിക്കാനായിട്ട്. പിന്നെ കുറച്ച് റൂൾസൊക്കെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇഞ്ചുറി പറ്റാതെ നമ്മൾ സേഫായി നിൽക്കണം. പിന്നെ വേറെ ആരെയും പോയി ഇടിക്കാനൊന്നും പാടില്ല. പിന്നെ അവിടെ വെച്ചിട്ടുള്ള സൈഡിലെ ബാരിയേഴ്സൊന്നും കേടാക്കാതെ ഓടിക്കണം. വണ്ടിക്കോ നമുക്കോ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഓടിക്കണം. സേഫ് റൈഡായിരിക്കണം. ഇന്ത്യയിൽ എനിക്ക് ആക്സിലേറ്റർ ചവിട്ടാനായിട്ട് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. എങ്ങോട്ടാ പോവാന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സെറ്റായി. ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഒരു വാർണിംഗ് തരും. പിന്നെയും അഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഔട്ടാക്കും. അതായത് പിന്നെ നമ്മൾ ഓടിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനാണ്.
ഇങ്ങനെ നോക്കണമെന്നില്ല, അതിരിക്കാണ്ട് ഓ പറഞ്ഞു നേരത്തെ പോയ ചെക്കന്മാർക്ക് ഫീൽഡുകളുണ്ടില്ല. ഇപ്പൊ ശരിയുടെ കാര്യം പറഞ്ഞ ഷൂ മേക്കർ കഴിഞ്ഞു അത് എങ്ങനെയായിരുന്നു പറഞ്ഞേ? സീനല്ലേ? നല്ലായിരുന്നല്ലേ? കൊള്ളായിരുന്നു. ഞാനല്ലേ മല്ലിന് എങ്ങനെയുണ്ടായിരുന്നു? പറ. സൂപ്പറായിരുന്നു. അതെ, പെട്ടെന്ന് തീർന്നു. കുറച്ചും കൂടി വേണമായിരുന്നു, ഒരു 10 റൗണ്ടെങ്കിലും. മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, സ്ലോ ആക്കണം, ഇടിക്കണം, പേടിയാണ്. ഹായ്, ബൈ. എക്സ്പീരിയൻസ് പറയൂ ഗൈസ്. ഡ്രൈവിംഗ് ഐഷു ഷൂമാക്കർ ഷൂമേക്കർ ഷോ. അങ്ങനെ ഗോ കാട്ടിംഗ് ഒക്കെ നന്നായി കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. എങ്ങോട്ട് പോകുന്നുള്ള കൺഫ്യൂഷനൊക്കെ തീർന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഹലോ കൊച്ചി. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. MRA ആണ്. MRA They're incoming.
എന്താ ഫുഡ്? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ആ, എന്താ നീ കഴിക്കണേ? എന്ത് കഴിക്കും? ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എന്തും കിട്ടും. നല്ല സ്ഥലമാണ്. അപ്പൊ ബിരിയാണി കഴിക്കൂലേ ചെറിയ? ആ സൈഡിൽ എന്തൊക്കെ സാധനങ്ങൾ. ലഗൂൺ ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി ബ്രാക്കറ്റിലെ ലഗൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെനു വർക്ക് നോക്കണം. ബിരിയാണി പറയൂ. ബിരിയാണി പറയാല്ലേ? ബുക്ക് മറച്ചിട്ട് പഠിക്കുകയാണ് ഇവരൊക്കെ. നീ എന്താ പറയുന്നേ? പറ. നീ എന്താ കഴിക്കാൻ പറയുന്നത്? നോക്കട്ടെ. ഇതാണ് മെനു. ആൽബം പോലെയുണ്ട് മെനു. അയ്യോ, ബ്ലാക്ക് പേപ്പർ. വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് എവിടെയാണ്? ഇതാണ് ആൽബം. കുറേ പേജ് ഉണ്ട്. പ്ലേറ്റ് ഇല്ലാത്ത എന്റെ വിഷമം. പ്ലേറ്റ് ഇല്ല. ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ബിരിയാണി തുറക്കാൻ ബീച്ചിന്റെ